ഹായ്, ഹാജാസ് ക്ലാസ്സസിൻ്റെ മോർണിംഗ് ടീയിലേക്ക് ഏവരെയും ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാവിലെ ഒരു ചായ, സ്വാദിഷ്ടമായ ഒരു ചായ കുടിക്കുക എന്നുള്ളത് ഉന്മേഷമാണ്. അപ്പോൾ നമുക്ക് അറിവിൻ്റെ ഒരു അടിപൊളി ചായ നമുക്ക് ഇന്ന് ആസ്വദിക്കാം. അതായത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കാം. പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർക്കുക. കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. പട്ടിക 1, പട്ടിക 2. അപ്പോൾ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ആ കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ്. ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് വിദൂര സംവേദനം എന്ന് പറയുന്ന ഒരു വേൾഡ് ജോഗ്രഫി ചാപ്റ്റർ ഉണ്ട്. വിദൂര സംവേദനം. ആ വിദൂര സംവേദനകത്ത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ പട്ടിക 1 പറഞ്ഞിരിക്കുന്നത് ഉപഗ്രഹങ്ങളുടെ പേരുകളാണ്. വിവിധ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടിക 2 പറഞ്ഞിരിക്കുന്നത് ഓരോ ഉപഗ്രഹങ്ങളും ഏതേത് രാജ്യങ്ങളുടേതാ എന്നാണ്. അപ്പൊ നോക്കാം. ഉപഗ്രഹങ്ങളുടെ പേര്. ഒന്നാമത്തെ ജിയോസ്, ഏത് രാജ്യത്തിൻ്റെതെന്നാണ്. അത് കിട്ടിയാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് ഇൻസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം. മൂന്നാമത്തത് സ്പോട്ട് എന്ന് പറയുന്ന ഉപഗ്രഹം. നാലാമത്തത് റസ്യൂസ് പി എന്ന് പറയുന്ന ഉപഗ്രഹം. ഇങ്ങനെ 4 ഉപഗ്രഹങ്ങൾ റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലുള്ളതാണ്. റിമോട്ട് സെൻസിങ് ആണ്. സെൻസിങ് നോക്കാം. റിമോട്ട് സെൻസിങ്ങിലുള്ള ഒരു 4 ഉപഗ്രഹങ്ങൾ, അവരുടെ രാജ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ജിയോസ് എന്ന് പറയുന്ന, ഇതിൽ ആൻസർ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് അതിന്റെ നമ്പർ എന്ന് എന്ത് ചെയ്യാം, ചേർക്കാം. ജിയോസ് എന്ന് പറയുന്ന ഉപഗ്രഹം ആരുടേതെന്ന് മനസ്സിൽ വരുന്നുണ്ടോ? അത് USA-യുടേതാണ്. അപ്പൊ ഞാന് ഇവിടെ 2 എന്ന് കൊടുക്കുകയാണ്. USA അവിടെ 2 ആണ്. ഇൻസാറ്റ് ഒരു സംശയമില്ല ആരുടേതാണ്? നമ്മുടേതാണ്, ഇന്ത്യയുടേതാണ്. അപ്പൊ ഇന്ത്യ ഇവിടെ നമ്പർ 4 ആണ്, അല്ലെ? നമ്പർ 4. അടുത്ത സ്പോട്ട് എന്ന് പറയുന്ന ഉപഗ്രഹം, അത് ഫ്രാൻസിൻ്റെതാണ്. സ്പോട്ട്, ഫ്രാൻസിന് നമ്പർ 1 ആണ്, അല്ലെ? അടുത്തത് റസ്യൂസ് പി എന്നാണ് ഉപഗ്രഹത്തിന്റെ പേര്. അതിന് നമുക്കിവിടെ ഓപ്ഷനിൽ രാജ്യം ഏതേ ഉള്ളൂ? റഷ്യ ഉള്ളൂ. അപ്പൊ റഷ്യ ഇവിടെ മൂന്നാമതാണ്. 3. അപ്പൊ നമ്മൾ കണ്ടെത്തി, അല്ലെ? ജിയോസ് എന്ന് പറയുന്നത് USA-യുടേതാണ്, 2. ഇൻസാറ്റ് എന്ന് പറയുന്നത് നമ്മുടേതാണ്, 4. സ്പോട്ട് ഫ്രാൻസിൻ്റെതാണ്, 1. റസ്യൂസ് പി എന്ന് പറയുന്നത് റഷ്യയുടെ ഉപഗ്രഹമാണ്. ഇതെല്ലാം ഈ രാജ്യങ്ങളുടെ റിമോട്ട് സെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ്. റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്തണം. ആൾറെഡി ഇനി നമുക്ക് കിട്ടി ആൻസർ, അല്ലേ? അതായത് എ നോക്കൂ. എയിൽ ജിയോസ് 2 എന്നാണ്. ജിയോസ് 2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അമേരിക്കയാണ്. അപ്പോ ആദ്യത്തത് നമുക്ക് കിട്ടി, അമേരിക്കയാണ്. 2 അല്ലേ അമേരിക്ക എന്ന് പറയുന്നത്? USA എന്ന് പറയുന്നത് 2 ആണ്. കറക്റ്റ് ആണ് ആൻസർ. അടുത്തതിൽ ബി നോക്കൂ. ഇൻസാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. കറക്റ്റ് അല്ലേ? ഇൻസാറ്റ് ഇന്ത്യ. അപ്പൊ അവിടെ 4 ആണ് ആൻസർ. അപ്പൊ ബിയിലും ഏത് തന്നെയാണ് ആൻസർ? 4. കറക്റ്റ് ആണ്. അപ്പോൾ ഇതും കറക്റ്റ്, ഇതും കറക്റ്റ് ആണ്. അതുവരെ കറക്റ്റായി. അത് നോക്കൂ. ഓപ്ഷൻ സി സ്പോട്ട് 1 ആണ്. സ്പോട്ടാണ്. സ്പോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ആര് വരും? ഫ്രാൻസ് എത്രാമതാണ്? 1 ആണ്. അപ്പൊ സിയില് നോക്കൂ, അവിടെ 3 ആണ് കിടക്കുന്നത്, അല്ലെ? 3 ആണ്. 3 വന്നാൽ നമുക്ക് ആൻസർ ശരിയാവോ? ഇല്ല. 3 അവിടെ റഷ്യയാണ്. നമുക്കവിടെ ഏത് വരണം? ഫ്രാൻസ് വരണം. അപ്പോൾ അത് കറക്റ്റ് അല്ല. ഇതിനെ നമ്മൾ അങ്ങ് ഒഴിവാക്കി. ഇത് വേണ്ട. ഇത് മൊത്തം നമ്മൾ ഒഴിവാക്കി. ഇനി അതിൽ തിരിയണ്ട. ഇനി BCD മാത്രം നമ്മൾ നോക്കിയാൽ മതി, അല്ലേ? അത് നോക്കൂ. എ നമ്മുടെ ക്വസ്റ്റ്യനിലെ എ, ഓപ്ഷനിൽ ബി നോക്കൂ. ആദ്യത്തേത് ഓപ്ഷൻ ഏതാണ്? എയിൽ നമുക്ക് വരേണ്ടത് ഏതാണ്? 2 ആണ് വരേണ്ടത്, അല്ലേ? ഇവിടെ ഏത് വന്നിരിക്കുന്നു?
3 വന്നിരിക്കുന്നത്, റഷ്യയാണ് വന്നിരിക്കുന്നത്. അപ്പൊ തുടക്കത്തിലേ പിഴച്ചു അവിടെ. ആ ഓപ്ഷനും എന്താണ്? തെറ്റ്. നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഒമിറ്റ് ചെയ്തു, അല്ലെ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, അടുത്തതിലേക്ക് പോവുക. അപ്പോൾ എയും ബിയും നമ്മൾ ഒതുക്കി തീർത്തു. അടുത്ത് നമുക്ക് വേണ്ടത് സി നോക്കാം. സി നോക്കൂ, സിയിൽ ഏത് ഓപ്ഷനിൽ എയിൽ ഏത് വരണം? ആദ്യം ഏതാ വരേണ്ടത്? ആദ്യം ജോസ് അല്ലേ വരേണ്ടത്? ജിയോസിൽ ഏതാ വരേണ്ടത്? ഇഒസ് വരണം. ഇഒസ് എത്ര? 2 അല്ലേ? പക്ഷെ ഇവിടെ നോക്കൂ, എത്രയാ ഉള്ളത്? 3 അല്ലേ? അപ്പൊ നമുക്ക് സി എ നമുക്ക് എന്ത് ചെയ്യണം? സി എ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. സിയും പോയി. ഇനി കണ്ണു അടച്ചുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഏതാണ് ആൻസർ? ഡി ആണ്. എന്നാലും നമുക്ക് നോക്കാം, അല്ലേ? നോക്കൂ, എയില് ജിയോസ് ആണ് വരേണ്ടത്. യുഎസ്എ എത്രാമത് കിടക്കുന്നു? 2ാമത് കിടക്കുന്നു. ശരിയല്ലേ? അടുത്ത ബി നോക്കൂ, ഇൻസാറ്റ് ആണ്. ഇൻസാറ്റ് ഇന്ത്യ അല്ലേ? ഇന്ത്യ 4ാമതല്ലേ? കറക്റ്റ് ആണ്, 4. സ്പോട്ട് നോക്കൂ, സ്പോട്ട് ഫ്രാൻസ് 1 അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? അടുത്ത റെസ്യൂഴ്സ് പി നോക്കൂ, അത് ആരുടെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ്? അത് റഷ്യയുടേതാണ്, അല്ലെ? റഷ്യ എത്രാമത് സ്ഥിതി ചെയ്യുന്നു? ഇവിടെ നമുക്ക് റഷ്യ 3ാമതാണ്, അല്ലേ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഡി ആണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് വർക്ക് ചെയ്തവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ, റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട 1-2 കാര്യം. അതായത് വേൾഡ് ജിയോഗ്രഫിയില് PSC പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഏത്? റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിന് നമ്മൾ വിദൂര സംവേദനം എന്ന് പറയും. വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ്. എന്താണ് റിമോട്ട് സെൻസിങ് എന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിനെയോ ഒരു പ്രദേശത്തെയോ ഒരു പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്നതിന് പറയുന്ന പേരാണ് റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനം. ഒന്നുകൂടെ പറയാം. ഏതെങ്കിലും ഒരു വസ്തു, ഇത് പറയാൻ വേണമെങ്കിൽ ഈ പെൻ, ഒരു വസ്തുവിനെയോ ഒരു പ്രദേശത്തെയോ ഒരു പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ, ഒന്ന് തൊട്ടു നോക്കാതെ എന്ത് ചെയ്യുക? അതിൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിക്കുക. അതിന് പറയുന്ന പേരാണ് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ്. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ ഫോട്ടോ എടുക്കുക, ഇത്രയേ ഉള്ളൂ. ജിയോഗ്രഫിയിൽ അതിന് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നു. ഈ വിദൂര സംവേദനത്തിന് ഉപയോഗിക്കുന്ന, അതായത് വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിന് ഒരു പേരുണ്ട്. അതിൻ്റെ പേരാണ് സംവേദകം. എന്താ അതിൻ്റെ പേര്? സംവേദകം. ഇംഗ്ലീഷിൽ അതിനെ നമുക്ക് സെൻസർ എന്ന് പറയാം. സംവേദകം അഥവാ സെൻസർ എന്ന് പറയും. അതായത് വിവരങ്ങൾ ശേഖരിക്കുന്ന ക്യാമറ, അത്രയേ ഉള്ളൂ. വിവരങ്ങൾ ശേഖരിക്കുന്ന ആ ഉപകരണത്തിന് പറയുന്ന പേരാണ് എന്തോന്ന്? സെൻസർ അഥവാ സംവേദകം. ഇനി നോക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കിതിപ്പോൾ ഈ ടോപ്പിക്ക് തീരില്ല. നമുക്ക് ഈ ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിലേക്ക് തന്നെ വരാം. ഈ വിദൂര സംവേദനത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഘടിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് സംവേദകം ഘടിപ്പിക്കുന്ന, സെൻസർ സ്ഥാപിക്കുന്ന സ്ഥലത്തെ നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയും. അതായത് വിദൂര സംവേദനത്തിന് സംവേദകം അഥവാ സെൻസർ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് പ്ലാറ്റ്ഫോം. എന്താ പറയുന്ന പേര്? പ്ലാറ്റ്ഫോം. ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ, വിദൂര സംവേദനത്തിലെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാറ്റ്ഫോം. യെസ്, ഓക്കെ, പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ 3ആയി തിരിക്കണം. പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിങ്ങിനെ 3ആയി തിരിക്കണം. ഒന്ന് നമ്മുടെ സാധാരണ ഫോട്ടോ എടുക്കലാണ്. അതായത് ഒരു വ്യക്തി ഒരു ക്യാമറയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുക. അതിന് പറയുന്ന പേരാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയും. എന്താ പറയുന്ന പേര്? അപ്പൊ ഒന്നാമത്തിന് പറയുന്ന പേരെന്താണ്? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. ഒന്നുകൂടെ നമുക്ക് പറയാം. സംവേദകം ഘടിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് പ്ലാറ്റ്ഫോം.
പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിങ്ങിനെ നമുക്ക് എത്രയായി തിരിക്കാം? 3ആയി തിരിക്കാം. അതിൽ ഒന്നാമത്തിന് പറയുന്ന പേരെന്താ? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്നാണ്. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയും. രണ്ടാമത്തതിന് പറയുന്ന പേര് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്നാണ്. ഏരിയൽ റിമോട്ട് സെൻസിങ്. ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ വിമാനത്തില് സെൻസർ ഘടിപ്പിച്ച് അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനം സാധ്യമാക്കുന്നതിന് പറയുന്ന പേരാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. വിമാനത്തിൽ ക്യാമറ ഘടിപ്പിച്ച് ഫോട്ടോ എടുക്കുക. മൂന്നാമത്തതാണ് നമ്മുടെ ഉപഗ്രഹ വിദൂര സംവേദനം, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. സാറ്റ് എന്ന് മാത്രമേ ഇതിനുള്ളൂ. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഇങ്ങനെ പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനം അഥവാ നമ്മുടെ റിമോട്ട് സെൻസിങ്ങിനെ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഏതാണ്? ഒന്നാമത്തെ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, രണ്ടാമത്തേത് ഏരിയൽ റിമോട്ട് സെൻസിങ്, മൂന്നാമത്തേത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ഒരാൾ ക്യാമറ പിടിച്ച് ഫോട്ടോ എടുക്കുന്നത്, തറയിൽ നിന്നുകൊണ്ട് ഭൂമിയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. വിമാനത്തിൽ അതിൻ്റെ അടിയിൽ സെൻസർ ഘടിപ്പിച്ച് വിമാനം ഇങ്ങനെ പോകുന്നതനുസരിച്ച് ഫോട്ടോ എടുക്കുന്നതാണ് ഏത്? ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ആകാശീയ വിദൂര സംവേദനം എന്ന് മലയാളത്തിൽ പറയും അല്ലെ. പിന്നെ എന്താണ്? നമ്മൾ വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റുകളിൽ അടിയിൽ ഈ സെൻസറുകൾ, നല്ല ശക്തമായ സെൻസറുകൾ ഘടിപ്പിച്ച് അങ്ങനെ വിദൂര സംവേദനം നടത്തുന്നതിന് പറയുന്ന പേരാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പോൾ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് ഉപയോഗിക്കുന്ന ഈ ഉപഗ്രഹങ്ങളാണ് അമേരിക്ക ജിയോസ് ഉപയോഗിക്കുന്നു, ഇന്ത്യ ഇൻസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു, സ്പോട്ട് എന്ന് പറയുന്ന ഉപഗ്രഹം ഫ്രാൻസ് ഉപയോഗിക്കുന്നു, ഇനി റെസ്യൂട്സ് പി എന്ന് പറയുന്ന ഉപഗ്രഹം നമ്മുടെ റഷ്യ ഉപയോഗിക്കുന്നു. ഇനി നമ്മുടെ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങിനെ തന്നെ വീണ്ടും നമുക്ക് 2ആയി തിരിക്കണം. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങിനെ അല്ലെങ്കിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തെ 2ആയി തിരിക്കാം. എന്താന്ന് ചോദിച്ചാൽ, ഒന്ന് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയും. ഒന്നാമത്തെ എന്താ? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അല്ലെങ്കിൽ രണ്ടാമത്തേന് പറയുന്ന പേരാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. രണ്ടാമത്തേന് പറയുന്ന പേരെന്താണ്? സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. അപ്പോൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്നും സൺ സിൻക്രോണസ് സാറ്റലൈറ്റ് എന്നും പറയും. സൺ സിൻക്രോണസ് സൗരസ്ഥിര. ഇനി എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ? ഞാനിവിടെ എഴുതുന്നില്ല, അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കും. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രത്യേകത എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഭൂമിയുടെ ഭ്രമണത്തിനനുസരിച്ച് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു, ഭൂമിയുടെ റൊട്ടേഷൻ അനുസരിച്ച്. രണ്ടാമത്തെ പ്രത്യേകത, ഭൂമിയുടെ ഭ്രമണ വേഗതയ്ക്കു തുല്യമായ വേഗതയിൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു. 3, ഭൂമിയിൽ നിന്നും 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഇവയുടെ സഞ്ചാരപഥം. പ്രീവിയസ് ആണത്. അതായത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്നും 36,000 കിലോമീറ്റർ മുകളിലാണ്. ഇത്രയും ഹൈറ്റില് ഈ ഉപഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഭൂമിയുടെ 1/3 ഭാഗവും അവയുടെ പരിധിയിൽ വരുന്നു. മാക്സിമം ഫോട്ടോ എടുക്കാൻ പറ്റുന്നു. ഇനി തുടർച്ചയായി ഒരു സ്ഥലത്തിന്റെ ഫോട്ടോസ്, വിവരങ്ങൾ ഇത് ശേഖരിച്ച് ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരം ഉപഗ്രഹങ്ങൾ തുടർച്ചയായി ഭൂമിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് നമ്മുടെ ഭൂമിയിലേക്ക് വിവരങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെ. ഇതിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് ഇൻസാറ്റ് ഉപഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉള്ളത്. ഒന്നുകൂടെ പറയാം, ഭൂമിയുടെ ഭ്രമണത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നു, ഭൂമിയുടെ ഭ്രമണ വേഗത എത്രയാണോ അതേ വേഗതയിൽ സഞ്ചരിക്കുന്നു, ഭൂമിയിൽ നിന്നും 36,000 കിലോമീറ്റർ മുകളിലാണ് അവയുടെ സഞ്ചാരപഥം. ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് ഭൂമിയുടെ ഏതാണ്ട് 1/3 ഭാഗവും ഈ ഉപഗ്രഹങ്ങളുടെ പരിധിയിൽ വരുന്നു, ഈ ഉപഗ്രഹങ്ങളുടെ സെൻസറിന്റെ പരിധിയിൽ വരുന്നു. ഉപഗ്രഹങ്ങളുടെ അടിയിൽ സെൻസർ ഉണ്ട്.
ഒരു സ്ഥലത്തിന്റെ സ്ഥിരമായ വിവരശേഖരണം ഇത്തരം ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നു, നടത്താറുണ്ട്. ഇത്രയുമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ. ഇനി സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ പോൾസിന് മുകളിലൂടെ സഞ്ചരിക്കുന്നു, ധ്രുവങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്നു. ഭൂമിയിൽ നിന്നും 900 കിലോമീറ്റർ മുകളിലാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം. ഇവിടെ ഭൂസ്ഥിരമാണെങ്കിൽ 36,000 കിലോമീറ്റർ മുകളിൽ, സൗരസ്ഥിരമാണെങ്കിൽ വെറും 900 കിലോമീറ്റർ മുകളിലാണ്. 36,000 കിലോമീറ്റർ മുകളിലാകുമ്പോൾ ഭൂമിയുടെ 1/3 ഭാഗവും ആ സെൻസറിന്റെ പരിധിയിൽ വരും. 900 കിലോമീറ്റർ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു ചെറിയ പ്രദേശം മാത്രമേ ഇത്തരം ഇതിന്റെ, അതായത് നമ്മുടെ ഏത് ഉപഗ്രഹങ്ങളുടെ, സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ പരിധിയിൽ വരുന്നുള്ളൂ. കാരണം എന്താണത്, 900 കിലോമീറ്റർ മുകളിലാണ്. ഇടവിട്ട് എന്ത് ചെയ്യുന്നു, അത് ഫോട്ടോസ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ 2 ചോദ്യങ്ങളും ചില പരീക്ഷകൾക്ക് മാറി മാറി സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം, സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം. അപ്പൊ ഇതെന്ത് ചെയ്യുക, ഈ ടോപ്പിക്ക് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. അപ്പോൾ സൂപ്പറായിട്ട് ഒരു എന്താ പറയേണ്ടത്, ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട്, ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനെ കണക്കാക്കുക. മനസ്സിലായല്ലോ? ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയത് നമ്മൾ മനസ്സിലായല്ലോ? ഓരോ ഉപഗ്രഹങ്ങൾ, ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഉപഗ്രഹം തന്നിട്ട് ഏത് രാജ്യത്തിൻ്റെ എന്ന് ചോദിക്കാം. ജോയ്സ് എന്ന് പറയുന്ന ഉപഗ്രഹം നമ്മുടെ USA-യുടേതാണ്. ഇൻസാറ്റ് ഒരു സീരീസ് തന്നെ ഉണ്ട് നമുക്ക്, അല്ലെ? അത് നമ്മുടെ ഇന്ത്യയുടേതാണ്. സ്പോട്ട് ഫ്രാൻസിൻ്റെതാണ്. റെസ്യൂഴ്സ് P എന്ന് പറയുന്നത് റഷ്യയുടെ ഉപഗ്രഹമാണ്. ഈ ഉപഗ്രഹങ്ങളെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഒരു 2 കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ത്യയും റിമോട്ട് സെൻസിങ്, അതായത് ഇന്ത്യയിൽ 1966 ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആരംഭിക്കുന്നത്. ഇതിനു വേണ്ടി തന്നെയാണ്, റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയാണ്. ഒന്നുകൂടെ, 1966 ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സംഘടന ഇന്ത്യയിൽ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത് 1966 അതിൻ്റെ ആസ്ഥാനം ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഏതിൻ്റെ ആസ്ഥാനം? 1966 ആരംഭിച്ച ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ്. കാലം കുറെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പേരങ്ങ് മാറി, IRNSS എന്നാകുന്നു. യെസ്, ഓക്കെ, അത് നമുക്ക് അവിടെ നിർത്താം. ഇനി 1970-കളില് ഭാസ്കര 1, ഭാസ്കര 2 എന്നീ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തോടു കൂടിയാണ് സജീവമായി ഇന്ത്യ റിമോട്ട് സെൻസിങ്ങിൽ എത്തുന്നത്. 1970-കളില് ഇന്ത്യ ഭാസ്കര 1, ഭാസ്കര 2 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നു. ഇതോടുകൂടി ഇന്ത്യ സജീവമായിട്ട് ഏതിലേക്ക് വരുന്നു? വിദൂര സംവേദനത്തിലേക്ക് ഇന്ത്യ കാലെടുത്ത് വെക്കുകയാണ്. ഇനി വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം ഇന്നുണ്ട്. അതിൻ്റെ പേരാണ് NRSC എന്ന് പറയും. NRSC, നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ. ഇതിൻ്റെ ആസ്ഥാനം, NRSCയുടെ ആസ്ഥാനം ഹൈദരാബാദാണ്. അപ്പോൾ വിദൂര സംവേദനവും ഇന്ത്യയും എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്ന വർഷം 1966. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണാണ്. 1970-കളിൽ എന്തൊക്കെ വിക്ഷേപിക്കുന്നു? 2 ഉപഗ്രഹങ്ങൾ, സീരീസ് ആണ്, ഭാസ്കര 1, 2. അതോടുകൂടി ഇന്ത്യ റിമോട്ട് സെൻസിങ്ങിൽ എന്താകുന്നു? സജീവമാകുന്നു. ഇന്ന് റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് NRSC. NRSCയുടെ ഫുൾ ഫോം എന്താ? നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ. NRSCയുടെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ് NRSCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ടീ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത് നമുക്ക് ഒരു മോർണിംഗ് ടീയുമായിട്ട് എത്തുന്നത് വരെ ഗുഡ് ബൈ.